എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചിരട്ട കൊണ്ടൊരു കുടുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഫുൾ തേങ്ങ എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് തേങ്ങ ഉണ്ട്. നമ്മളിത് ഇനി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ആദ്യം നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു തേങ്ങ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കിഴുത്തുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ അകത്തെ തേങ്ങ നമ്മൾ ചിരണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഈ തേങ്ങ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇതുപോലെ ഒരു ടേപ്പ് വല്ലതും അടിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. നേരെ കമത്തി വെച്ചിട്ട് നമ്മളൊരു പേനയോ ഇതോ എല്ലാം വെച്ച് മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. വാളുപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു വാളാണ് യൂസ് ചെയ്യുന്നത്. വാൾ വെച്ച് നമ്മളിനി കട്ട് ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ടോർച്ച് കട്ടറോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതല്ല ഈ മെഷീനാണേലും കട്ട് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം തുടക്കക്കാരായതുകൊണ്ടാണ് ഞാൻ വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന കാണിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കട്ട് ചെയ്യുന്ന കാണിച്ചേനെ. നമ്മളിനി തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഇതൊക്കെ വെച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാൾ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫാസ്റ്റായിട്ടൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീനറീസിൻ്റെ ആവശ്യം വേണ്ടി വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോഴിത് ഫുള്ള് കട്ടായിട്ടുണ്ട്. അതായത് ഒന്ന് ക്ലീൻ ചെയ്യാണ്, അല്ലെങ്കിൽ പൊടി അകത്തോട്ട് പോകും. അതിനുശേഷം നമ്മളൊരു പേപ്പർ കട്ടർ വല്ലതും വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതാണ്. ഇനി നമ്മളിത് ചിരണ്ടിയതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. തേങ്ങ ചിരണ്ടി നമ്മളെടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് ചിരണ്ടാൻ പറ്റും തേങ്ങ. നമ്മുടെ ആവശ്യത്തിന് ഇതിൻ്റെ ഷെല്ലും കിട്ടി. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് തേങ്ങയായി. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തെ മുഴുവൻ തേങ്ങയെല്ലാം ചിരണ്ടി എടുത്തിരിക്കുകയാണ്. കംപ്ലീറ്റ് എടുത്തു. ഇതിൻ്റെ അകത്തെ നമ്മൾ ഇത് ചിരണ്ടി കളയാൻ പോവാണ്. ഇത് വെച്ച് ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മളിത് ചിരണ്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് മുഴുവൻ വടിച്ച് കളയാം. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ അകം നല്ലപോലെ വൃത്തിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടായിരുന്നെല്ലാം എടുത്ത് കളഞ്ഞു. നല്ല സ്മൂത്തായി. ഇതിൻ്റെ പുറവശം നമ്മൾ നല്ലപോലെ സാൻഡ് പേപ്പർ പിടിക്കണം. ക്ലോത്ത് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നല്ലപോലെ പേപ്പർ പിടിച്ച് കളയുക. ഇപ്പം നമ്മൾ നല്ലൊരു പേപ്പർ പിടിച്ചെടുത്തിരിക്കുക. നല്ല മിനുസമാക്കി എടുത്തു. ഇത് രണ്ടിടവും നല്ലപോലെ വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മൾ പൈസ കോയിൻ ഇടാൻ വേണ്ടിയുള്ളൊരു ഇത് ഹോള് മാർക്ക് ചെയ്യുകയാണ് ഇവിടെ. അത് നമ്മളൊരു സ്കെയിൽ വെച്ചുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് മാർക്കിങ്.
നമ്മൾ വാൾ വെച്ചത് കട്ട് ചെയ്യാൻ പോവാം. ഐസോപ്രൈം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കട്ടായിട്ടുണ്ട്. ഇവിടെ 2 കിഴുത്ത വീണിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ആക്സോ ബ്ലേഡ് നമ്മൾ ഇറക്കിക്കൊണ്ട് ബാക്കിയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് 2 സൈഡ്. ചേർത്ത് കട്ട് ചെയ്യേണ്ടിടം വരെ ചേർത്ത് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെയും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളൊരു ആണിയും ചുറ്റിയ ഉപയോഗിച്ചാണ് ഇത് പൊട്ടിക്കുന്നത്. ഇതിങ്ങനെ വെച്ചോണ്ട് ഈ എഡ്ജിൽ വെച്ചോണ്ട് ആണിയും ചുറ്റിയും വെച്ചോണ്ട് അടിച്ചാൽ മതി. പവടം പൊട്ടും. ഇപ്പുറത്തെ സൈഡും അടിക്കുക. ഉണ്ടോ? ഈ എഡ്ജ് ഇവിടെ ഒരു ശകലം ഇരിപ്പുണ്ട്. അത് പേപ്പർ ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പേപ്പർ പിടിച്ചാൽ മതി. നമ്മൾ ചിരട്ടയ്ക്ക് ഹോളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ പേപ്പറെല്ലാം പിടിച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇത് തമ്മിൽ നമ്മൾ ചേർത്തിങ്ങനെ ഒട്ടിക്കുക. ഇത് നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞ പശയാണ്. ഈ പശയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പം ഈ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചിരട്ടയുടെ പൊടിയും എടുത്തിട്ടുണ്ട്. നമ്മൾ തള്ളി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ജോയിൻ്റൊക്കെ ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ചിരട്ടയുടെ കട്ട് ചെയ്തെടുത്ത പീസ് തലതിരിച്ചാണ് അടിവശത്ത് ഒട്ടിക്കുന്നത്. കമത്തി വെച്ചുകൊണ്ട് ഇത് കറക്റ്റ് എല്ലാ സൈഡും നോക്കുക. അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുന്ന ഏത് സൈഡാണോ ഗ്യാപ്പൊന്നും ഇല്ലാതെ മാക്സിമം ലെവലിലൊക്കെ കിട്ടുന്ന നോക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി പശ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒന്ന് സെറ്റാകാൻ വേണ്ടി ആദ്യം ഒരു സ്പോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിച്ചിട്ട് ശകലം പൊടിയും കൂടെ ഇട്ട് 2 മിനിറ്റ് ഒന്ന് പിടിക്കുക. അന്നേരപ്പത്തേനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരുന്നോളൂ. പൊടി ഇട്ട് കഴിഞ്ഞ് ഇച്ചിരി അതിൻ്റെ മുകളിലും കൂടെ ഇച്ചിരി ഫ്ലെക്സ് ക്യൂക്ക് പശ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു 3 ഇടത്ത് ആദ്യം തന്നെ ഒട്ടിക്കുക. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റായിട്ട് അത് ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റിനും മുഴുവൻ പൊടിയിട്ട് കൊടുക്കണം. ഫുള്ള് ഗ്യാപ്പില്ലാത്ത രീതിയിൽ പൊടിയിട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് പൊടിയിട്ട് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഇടുന്നുണ്ട്. അതുപോലെ അടിയിലൊരു കിഴുത്തുണ്ടായിരുന്നു. ആ ചിരട്ടയുടെ കണ്ണുവശം വരുന്നത് അവിടെ നമ്മൾ അടച്ചു കൊടുക്കണം. ചുറ്റിനും നല്ലപോലെ പശ ഒഴിച്ച് പശയൊന്നും കൈ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുഴുവൻ നമുക്ക് പശയിട്ട് ഒട്ടിക്കാം. നമ്മളിത് വൃത്തിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡും നല്ലപോലെ ഒട്ടിച്ചിരിക്കുക. ഇവിടെ ഒരു ചെറിയ കിഴ്ത്തയുണ്ടായിരുന്നു. അതും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ചിരട്ടയുടെ കണ്ണ് ഉള്ളടം അവിടെയാണ്. അപ്പോൾ ആ കിഴ്ത്തയുണ്ട്, അതും അടയ്ക്കണം. നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഈ പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ ഇവിടെ പേപ്പർ പിടിച്ച് ലെവലാക്കുക. ഈ ലെവൽ പോലെ തന്നെ ഇത് നല്ലപോലെ ആക്കണം. നമ്മളിത് വൃത്തിയായിട്ട് പേപ്പർ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ജോയിൻ ഉണ്ടെന്ന് പോലും ഇവിടെ അറിയത്തില്ല. നല്ല വൃത്തിയായിട്ട് പേപ്പർ പിടിച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ പുറത്ത് പോളിഷ് അടിക്കാൻ പോവുകയാണ്. പോളിഷ് അടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. അതുപോലെ ഇവിടം നമുക്ക് ആക്സോ ബ്ലേഡിനും എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പൈസയൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ട് എടുക്കാവുന്നതാണ്. ഈ ജോയിൻറ്റ് പുറം മാത്രമേ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളൂ, അകത്തെ സൈഡ് ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് വാളിന് ഇങ്ങനെ വരഞ്ഞുകൊണ്ട് ഈ പീസ് ഊരിയെടുക്കാം. ഇങ്ങനെ കുലിക്കാമെന്ന് പറഞ്ഞു പോരുകയില്ല. കട്ട് ചെയ്യാതെ തന്നെ ബ്ലേഡിന് കട്ട് ചെയ്താലേ പോരുള്ളൂ. ചിരട്ടയെ കട്ടാകുകയില്ല. ഈ
പൊടിയിട്ട് ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഇതേ കൂടെ തന്നെ കട്ട് ചെയ്യണം, എന്നാലേ ഈസി ആയിട്ട് കട്ടാകത്തുള്ളൂ. അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതിൽ ഒരു 2-3 ലൈൻ കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു രസം തോന്നും. അതിനുവേണ്ടി ഒരു മാർക്കർ എടുത്തുകൊണ്ട് ഒരു 3 ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇതുപോലെ 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്സോ ഫ്രെയിമിൽ ഉപയോഗിച്ച് ഇത് മാർക്ക് ചെയ്യാണ് ചെറുതായിട്ട്. ഒരു കുടുക്ക അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി പോളിഷ് ചെയ്യാൻ പോവാണ്. വെളിയിൽ വെച്ചാണ് പോളിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വുഡ് പോളിഷാണ് എടുത്തിരിക്കുന്നത്. വുഡിൻ്റെയൊക്കെ പോളിഷ്, ഒരു ചെറിയ ബ്രഷും. ആദ്യം തന്നെ ഇതിൻ്റെ അടിവശം ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നപ്പോൾ നിലത്ത് വെക്കാൻ പറ്റും ഇങ്ങനെ. ഇതിൻ്റെ ബാക്കി സൈഡുകളെല്ലാം അടിക്കുകയാണ്. ഫസ്റ്റ് കോട്ടാണ്, ഒരു കോട്ടും കൂടെ നമ്മൾ അടിക്കുന്നുണ്ട് ഉണങ്ങിയതിന് ശേഷം. ഇതാണ് നമ്മൾ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കുടുക്ക. 2 കോട്ട് പോളിഷൊക്കെ അടിച്ച് നമ്മൾ നല്ലപോലെ ഫിനിഷ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കാരണം കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ചിരട്ട കൊണ്ട് കുടുക്ക ഉണ്ടാക്കുന്ന നിങ്ങൾ ഇതിനോടകം തന്നെ പഠിച്ചു കാണുമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു കുടുക്കയാണിത്, ചിരട്ട കൊണ്ട് തന്നെ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇതാണ് നമ്മൾ 2 മോഡലിലുള്ള കുടുക്കകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.